ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇന്ന് ക്യാരറ്റ് കൊണ്ട് നല്ലൊരു ഡ്രിങ്കിങ് റെസിപ്പിയാണ് കേട്ടോ. ഈ ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കിങ് റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റായിട്ടും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ എന്താ ഡ്രിങ്കിങ് റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊലിയെല്ലാം നല്ലോണം ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് കഴുകി എടുക്കാമേ. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് കഴുകി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ മീഡിയം സൈസ് ആയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. കണ്ടല്ലോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇത് ഫുള്ളായിട്ടും കട്ട് ചെയ്തെടുക്കാമേ. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഡ്രിങ്കിങ് റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മൾ ക്യാരറ്റ് ജ്യൂസൊക്കെ തയ്യാറാക്കാറുണ്ടല്ലേ, പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റുമാണ്, അത്രയും ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഞാൻ എല്ലാ ക്യാരറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്കൊരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ പാല് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാല് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഫുള്ളായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ബദാമും കുറച്ച് പിസ്തയൊക്കെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും അത് ഇതിനോടൊപ്പം ആഡ് ചെയ്യാം കേട്ടോ. ഇനി മധുരത്തിനായിട്ട് ഞാൻ കുറച്ച് ഈന്തപ്പഴം തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ക്യാരറ്റ് നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം. ആ ഒരു പരുവത്തിൽ നമുക്കിതങ്ങ് വേവിച്ചെടുക്കാമേ. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിതങ്ങ് വേവിക്കാം. അപ്പോൾ അതാ നമ്മൾ ചെറുതായിട്ടൊരു ക്യാരറ്റ് ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് അതൊന്ന് വെന്ത് കിട്ടണം. കണ്ടല്ലോ, അപ്പോൾ ക്യാരറ്റ് നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ക്യാരറ്റ് നല്ലോണം ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നല്ലോണം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാമേ. അപ്പോൾ അതാ ഇവിടെ ഞാനൊന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ അത്യാവശ്യം ഒന്ന് ചൂടാറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് ഇട്ടതിന് ശേഷം നമുക്കിതങ്ങ് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നല്ലോണം അതങ്ങ് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കണ്ടല്ലോ, അത് ക്യാരറ്റ് എല്ലാം നല്ലോണം അരഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഈന്തപ്പഴത്തിൻ്റെ മധുരം മതിയെങ്കിൽ അത് മതി. ഇനി വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു 1/4 കപ്പ് ശർക്കര പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു മധുരം കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്നും കൂടെ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാമേ. ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം ഇനി 1 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലോണം അതും കൂടെ ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ. അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കണ്ടല്ലോ, അപ്പോൾ ഒരു കറക്റ്റ് ഒരു ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് പരുവം. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിങ് റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ജ്യൂസ് തയ്യാറാക്കുന്നതിനേക്കാളും വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഈ ജ്യൂസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരേപോലെ ഇഷ്ടപ്പെടും കേട്ടോ. ഇനി അത്യാവശ്യം ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ ശർക്കര ഇടുന്നത് ഒഴിവാക്കിയതിന് ശേഷം ഇതൊന്ന് തയ്യാറാക്കി കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഈ ചൂട് സമയത്ത് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിങ് റെസിപ്പിയാണ്. മസ്റ്റായിട്ടും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അതുകൂടാതെ മുൻപോട്ട് ഇട്ടിട്ടുള്ള റെസിപ്പീസ് എല്ലാം നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പീസാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.